ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഗ്നൻസിയുടെ അവസാനമാകുമ്പോഴേക്കും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കായാൽ, അതായത് വെള്ളം പൊട്ടിപ്പോകുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്രസിൽ കുഞ്ഞിന് ചുറ്റുമുള്ള ആ വെള്ളത്തിനെയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ 37 ആഴ്ചയ്ക്ക് മുമ്പ് വെള്ളം പൊട്ടിപ്പോയി ഡെലിവറി ആയാൽ അത് പ്രീടേം ഡെലിവറി ആയിട്ടാണ് കണക്കാക്കുന്നത്. പ്രഗ്നൻസിയിൽ എല്ലാവർക്കുമുള്ള ഡൗട്ടാണ്, വെള്ളം പോകുന്ന ടൈമിൽ വാട്ടർ ബ്രേക്ക് ആയത് തന്നെയാണോ അതോ യൂറിൻ പോയത് ആണോ വജൈനൽ ഡിസ്ചാർജ് ആണോ എന്നൊക്കെയുള്ളത്. വാട്ടർ ബ്രേക്ക് ആയത് ആണ് എങ്കിൽ തിരിച്ചറിയാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ആയത് ആണ് എങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് പെട്ടെന്ന് തന്നെ കൺട്രോൾ ഇല്ലാതെ ഈ ടാപ്പിൽ വെള്ളം തുറന്നു വിട്ടതുപോലെ വെള്ളം പോവുകയാണ് എങ്കിൽ വാട്ടർ ബ്രേക്ക് ആയതാണ്. ചില സ്ത്രീകൾക്ക് ഇതിൽ ചെറുതായിട്ട് ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടാകാം. ചിലർക്ക് ഇത് വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് പോലെ മൈൽഡ് ആയിട്ടായിരിക്കും വരുന്നത്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ് ലീക്കായത് എങ്കിൽ ഇതിന് ഒരു മണവും ഉണ്ടായിരിക്കില്ല. മറിച്ച് യൂറിൻ പോയതാണ് എങ്കിൽ ചെറിയ സ്മെല്ലുണ്ടാകും, അതായത് യൂറിൻ്റെ സ്മെല്ലുണ്ടാകും. പിന്നെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ സാധിക്കും. പിന്നെ വാട്ടർ ബ്രേക്ക് ആകുന്ന സമയത്ത് വേദനയുണ്ടാകില്ല. അതായത് വേദനയില്ലാതെ ഒരു പ്രഷർ വജൈനയുടെ ഭാഗത്ത് അനുഭവപ്പെടാം. കൂടാതെ വെള്ളം പൊട്ടിപ്പോകുന്ന സമയത്ത് ഒരു മുഴക്കം പോലെ ഒരു സൗണ്ട് ഉണ്ടാകും. പിന്നെ ഇത് ഒരിക്കലും വജൈനൽ ഡിസ്ചാർജ് പോലെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് അല്ലെങ്കിൽ സ്റ്റിക്കി ഒന്നും ആയിരിക്കില്ല. ഒരു വാട്ടറി നേച്ചർ ആയിരിക്കും ഇതിന് ഉണ്ടാവുക. വജൈനൽ ഡിസ്ചാർജ് ആണ് എങ്കിൽ അത് ഒരു വഴുവഴുപ്പ് ഉണ്ടാകും, ചെറുതായിട്ട് സ്മെല്ലുണ്ടാകും, പിന്നെ കുറച്ചുകൂടി തിക്കായിരിക്കും. ഇനി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മൈൽഡ് ആയിട്ടാണ് ഇങ്ങനെ ഇറ്റിറ്റാണ് പോയത് എങ്കിൽ അത് വാട്ടർ ബ്രേക്ക് ആയത് ആണോ എന്ന് കണ്ടുപിടിക്കാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങളിങ്ങനെ പാൻറ്റീസിൽ നനവ് കാണുകയാണ് എങ്കിൽ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യാനായി ടോയ്ലറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക. കുറച്ച് സമയം അങ്ങനെ ഇരുന്നതിന് ശേഷം, അതായത് യൂറിൻ പാസ് ചെയ്തതിന് ശേഷം എഴുന്നേൽക്കുമ്പോഴും ഫ്ലൂയിഡ് ലീക്ക് ആവുന്നുണ്ട് എങ്കിൽ അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ ബെഡിൽ കുറച്ച് സമയം കിടന്നതിന് ശേഷം എഴുന്നേൽക്കുക, അപ്പോഴും ഫ്ലൂയിഡ് ലീക്ക് ആകുന്നുണ്ട് എങ്കിലും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആകാനാണ് സാധ്യത. നിങ്ങൾക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോവുകയാണ് അല്ലെങ്കിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പോയി എന്ന് ഡൗട്ട് തോന്നുകയാണ് എങ്കിലൊക്കെ വെച്ചുകൊണ്ടിരിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.